പണത്തിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളുടെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. കേരളത്തിലെ കുടിയേറ്റവും കയ്യേറ്റവും ഒരുപോലെ കാണും എന്ന അഭിപ്രായമുള്ള ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. മലമുകളിൽ, കുന്നിൻ ചെരുവുകളിൽ, കാട്ടിൽ വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്തു പരമ്പരാഗതമായ ഒരു ഭൂമിയിൽ കുടിയേറിയ പാവപ്പെട്ട മനുഷ്യനെ തല്ലി ഓടിക്കുക എന്നല്ല ഗവൺമെന്റിന്റെ ലക്ഷ്യം. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന്റെ അതിന്റെ നിയമങ്ങളെ പാവപ്പെട്ട ആദിവാസികളെ പറ്റിച്ചും ആക്രമിച്ചും കയ്യേറ്റങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നവൻ എത്ര ഉന്നതനാണെങ്കിലും കർശനമായ നടപടിക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. ഈ പറയപ്പെടുന്ന വിധത്തിൽ റവന്യൂ സർവേ രംഗത്ത് ശ്രമകരമായ പരിശ്രമം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്, ഒരു സംശയവുമില്ല. എന്നാൽ ആ ഉദ്യോഗസ്ഥ പദവി ഉപയോഗിച്ചുകൊണ്ട് വഴിവിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾ ഏത് ഉദ്യോഗസ്ഥൻ നടത്തിയാലും മുഖം നോക്കാതെ കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന ധാരണയും നമുക്കുണ്ടാകണം. ഭൂമി പെറ്റുപെരുകില്ല, ഭൂമിക്ക് രേഖ വേണം. ഭൂമിയുടെ അതിരും കണക്കും തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പേൾ റിലീസ്, ഇ മാപ്പ് എന്നീ ആപ്പുകൾ ചേർത്ത് എന്റെ ഭൂമി എന്ന പേരിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ രൂപീകരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെ 25 വില്ലേജുകളുടെ ഭൂമി സംബന്ധമായ സമ്പൂർണ്ണ വിവരങ്ങൾ പോർട്ടലിന്റെ ഭാഗമാവും. ഭൂമാഫിയയുടെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സാർവത്രികമാകുന്നതോടെ കേരളം ഇന്ത്യക്ക് മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇ മാപ്പും കൂടി ചേർന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓൺലൈൻ പോർട്ടൽ, ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ എന്റെ ഭൂമി എന്ന പേരിൽ ഈ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സർവേ രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനം അധികം അകലെയല്ല. 25 വില്ലേജുകളിൽ എന്റെ ഭൂമി ഒക്ടോബർ മാസം 20-ൽ 100 ദിന പരിപാടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ത്യക്ക് മാതൃകയായി കേരളത്തിന് സമർപ്പിക്കും എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടെ ചക്രമുടിയിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികൾ ഉണ്ടാകും. കുടിയേറ്റവും കയ്യേറ്റവും ഒരുപോലെ കാണുന്നില്ല സർക്കാർ. എത്ര വലിയവനായാലും നടപടി ഉണ്ടാകും. വഴിവിട്ട സഹായം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. ഏലമലക്കാടുകളിലെ ചെറിയ ഭാഗം വനം വകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിലും ബാക്കിയുള്ളവയെല്ലാം റവന്യൂ ഭൂമിയാണെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ജില്ലയിൽ 7964 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വിവിധ ഭൂമി പതിവ് ഓഫീസുകളിൽ നിന്നും 4ാം 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി 2941 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ 506 പട്ടയങ്ങളാണ് ഇടുക്കി, ഉടുമ്പൻചോല പട്ടയമേളകളിലായി വിതരണം ചെയ്തത്. 302 പട്ടയങ്ങൾ ഇടുക്കി മേളയിലും 204 പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി. ശേഷിക്കുന്ന 2435 പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. പരിപാടിയിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ADM ഷൈജു P ജേക്കബ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി K ഫിലിപ്പ്, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, LDF ജില്ലാ കൺവീനറും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ K സലിംകുമാർ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. പുലരിയെ വരവേൽക്കാൻ ബേബി ഹബ് നെടുങ്കണ്ടം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടിക്കുരുന്നുകളെ അണിയിച്ചൊരുക്കുവാനായി ട്രെൻഡിംഗ് ഫാഷൻ ഡ്രസ്സുകൾക്കൊപ്പം കേരള തനിമ നിറഞ്ഞ ട്രഡീഷണൽ കളക്ഷൻസും നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം.